നമുക്ക് അപ്പൊ നമ്മളെ മാറ്റ് വിരിക്കുക. ഒരു ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ മാറ്റ് നിലത്ത് വിരിക്കുക. കിഴക്കോട്ട അല്ലെങ്കിൽ വടക്കോട്ട് തിരിക്കുന്നത്. കിഴക്കോട്ട അല്ലെങ്കിൽ വടക്കോട്ട് തിരിക്കുക. പറഞ്ഞിരിക്കും. നമ്മള് യോഗ തുടങ്ങുന്നതിന് മുമ്പ് കൂടുതൽ വെള്ളം കുടിക്കണം. ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചിട്ട് കടിച്ചു തിന്നാണെങ്കിൽ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകാം, ബ്ലഡ് പ്യൂർ ആകാനെങ്കിൽ നല്ലതാണ്. ബി പിക്ക് നല്ല മരുന്ന് വെളുത്തുള്ളി. അതൊന്ന് ചതച്ചിട്ട് കടിച്ചു തിന്നാം. അതോടുകൂടി വെള്ളം കൂടുതൽ കുടിക്കും. അതുപോലെ നമ്മൾ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ശരിക്കും ഇരിക്കണം. പ്രഭാത കർമ്മങ്ങളൊക്കെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചെയ്യണം. നമ്മുടെ ശരീരം ശുദ്ധമാക്കി ഇരിക്കണം സൂര്യൻ ഉദിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിട്ടകളൊക്കെ കൊണ്ടുവരാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മളെ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഫൈബർ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ സപ്ലിമെന്റ് കഴിക്കുന്നത്. സപ്ലിമെന്റില് കൂടെ നമ്മൾ അത് പാലും പാലുൽപ്പന്നങ്ങളും നമുക്ക് അത്ര നല്ലതല്ല. അതുപോലെ മത്സ്യമാംസങ്ങളും അത്ര നല്ലതല്ല. ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ഭക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ആ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഭക്ഷണത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ സമയക്രമങ്ങൾ, ഭക്ഷണം കഴിക്കുന്ന സമയങ്ങൾ. അതുപോലെ നമുക്ക് രാത്രി ഇരുട്ടത് കിടന്നിട്ടുള്ള ഉറക്കം, അതിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. ഇരുട്ടത് കിടന്ന് ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരം റിപ്പയറിങ് നടക്കുന്നത്. അപ്പൊ പകല് കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. നമ്മള് അർദ്ധരാത്രി 12 മണി, അതിന് മുമ്പ് 3 മണിക്കൂറും അതിന്റെ ശേഷം 3 മണിക്കൂർ, അങ്ങനെ മിനിമം 6 മണിക്കൂറെങ്കിലും കിടക്കും. 8 മണിക്കൂറാണ്. സുഖമുള്ളവരെല്ലാവരും 8 മണിക്കൂർ കിടന്നുറങ്ങണം. അത് ഏറ്റവും നല്ലൊരു മരുന്ന്. അപ്പൊ നമുക്ക് തുടങ്ങാം. നിവർന്നിരിക്കുക. നമസ്കാരം മുദ്ര. ആദ്യം പ്രാർത്ഥിക്കണം. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റട്ടെ. ഓ സഹനാവതു സഹനഭുനക്തു സഹവീര്യം കരവാഹേ തേജസ്വിനാവിധമസ്തു മാ വിദുഷ്വാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം വിട്ട് നെറ്റി നിലത്ത് പിടിക്കുക. ഭൂമിദേവിനെ വന്ദിക്കുക. ഇന്ന് ചെയ്യാനായിട്ട് ഭൂമിദേവിനെ നിൽക്കുക. ശ്വാസം എടുത്ത് നിവർന്നു വരിക. കൈ കൂട്ടിച്ചിരുമ്പോ കൈ കണ്ണിന്റെ മുകളിൽ വയ്ക്കുക. കൈ ഒന്ന് കൊലപൊടിയിട്ട് പതുക്കെ കണ്ണു തുറക്കുക. അപ്പൊ നമ്മൾ ആകെ 10 ദിവസത്തെ ക്ലാസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ്. അപ്പൊ നമ്മള് കറക്റ്റായിട്ട് ചെയ്യാം. നമുക്ക് സമയം കുറവാണ്. നമ്മളിത് മത്സരം കാര്യങ്ങളല്ല, നമുക്ക് പറ്റണ മാതിരി ചെയ്യാം. വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യം. ഓൺലൈനിൽ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അതൊരു കണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റണ മാതിരി ചെയ്ത് തുടങ്ങാം. അപ്പൊ നമുക്ക് ഇനി സമയം കളയാനില്ല. നേരെ മൂക്കിവിടെ ശ്വാസം എടുക്കുക. മൂക്കടച്ചു എടുക്കുക. ഇനി അടുത്ത മൂക്കിവിടെ ശ്വാസം വിടുക. 1 2 ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അടച്ചിരിക്കുക. പറ്റണ മാതിരി ചെയ്താൽ 3 4 5 6 7 8 7 6 5 4 3 2 1. ഇനി 2 മൂക്കിയുടെയും ശ്വാസം എടുക്കുക. 2 മൂക്കിയുടെയും ശ്വാസം എടുക്കണം. 1 2 3 4 5
6 7 8 ഇനി നമുക്ക് കഴുത്ത് കഴിയണം. കഴുത്തിന് ബ്ലഡ് തലയിലേക്ക് കയറണം. അപ്പൊ നെക്ക് റൊട്ടേഷൻ. താടി കഴുത്തിന് പിടിക്കുക, തല പിന്നും 1 2 തല പിന്നും 3 4 5 6 7 8 സൈഡിൽ കൂടെ പിന്നിലേക്ക് നോക്കുക. 1 2 3 4 5 6 7 8 ചെവി ഷോൾഡറിന് മുടിക്കാൻ നോക്കണം. 1 2 3 4 5 6 7 8 താടി കഴുത്തിന് മുടിച്ചിട്ട് പകുതി റൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8 തല പിന്നു മുട്ടിട്ട് പകുതി റൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8 ഇനി ഫുൾ റൗണ്ട് കേട്ടോ. കണ്ണ് തുറന്ന് പിടിക്കണം. പതുക്കെ ചെയ്താൽ മതി. 1 ശ്വാസം എടുക്കുക, വിടുക. 2 ശ്വാസം എടുക്കുക, വിടുക. 3 4 5 6 7 8 തിരിച്ചു റൗണ്ട് ചെയ്യണം. 1 ശ്വാസം വിടുക. 2 ശ്വാസം വിടുക. 3 ശ്വാസം വിടണം. 4 5 6 7 8 ഇനി നമുക്ക് വാമിങ് അപ്പാണ്. നമ്മളിപ്പോ വന്ന് കൂട്ടിക്കൊണ്ടിരണം. ഹൃദയത്തിൽ ബ്ലഡ് വന്ന് പോകുമ്പോഴാണ് ബ്ലഡ് ശുദ്ധീകരിക്കണം. അപ്പൊ ഹൃദയം എടുപ്പ് ഒന്ന് കൂട്ടണം. നമ്മുടെ ജോയിന്റുകളൊക്കെ നടക്കണം. ജോയിന്റിലെ ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് അനക്കി കഴിഞ്ഞാൽ അത് മെറുക. അതുപോലെ മസിലും തൊലിയും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മസില് ഒന്ന് ബിൽഡ് ചെയ്യണം. അപ്പൊ ആ സ്ട്രെച്ചിങ് വലിവ് വരണം. അപ്പൊ നിവർന്നിരിക്കുക. കൈന്റെ വിരല് മടക്കുക. 1 2 3 4 5 6 7 8 കൈപ്പത്തി നിർത്തുക. 1 കൈന്റെ മുട്ട് മടങ്ങാൻ പാടില്ല. 2 3 4 5 6 7 8 കൈന്റെ വിരലും തള്ളവിരലും 4 വിരലും ഇങ്ങനെ മടക്കി അത് തിരിക്കണം. 1 2 3 4 5 6 7 8 തിരിച്ചു. 1 2 3 4 5 6 7 8 കൈ മടക്കുക. 1 2 3 4 5 6 7 8 കൈപ്പത്തി പുറത്തു വിടുക. കൈപ്പത്തി 1 അതിന്റെ മുട്ടുമുകളിലേക്ക്. 2 3 4 5 6 7 8 കൈ മടക്കി പിടിക്കുക. 1 കൈന്റെ മുട്ടുമുട്ടിക്കുക. 2 3 മുട്ടുമുട്ടണം. 4 5 6 7 8 ഇനി തിരിച്ച്. 1 2 3 4 5 6 7 8 കൈ നിർത്തി വയ്ക്കുക. കൈ ഇങ്ങനെ കറക്കുക. 1 2 3 4 5 6 7 8 തിരിച്ചു. 1 2 3 4 5 6 7 8 മതി. കൈ കാലിന്റെ മുട്ടുമ്പോ വയ്ക്കുക. ഷോൾഡർ ബന്ധിക്കുക. 1 2 3 4 5 6 7 8 കൈ മുകളിലേക്ക് അറിയണം. 1 2 3 4 5 6 7 8 പിന്നിലേക്ക് തിരിയുക. പ്രഷർ സ്പീഡ് കൂടിട്ടാ വാമിങ് അപ്പ് ആണല്ലോ. 1 പിന്നിലേക്ക് നോക്കാം. 2 3 4 5 6 7 8 8 7 6 5 4 3 2 1 കൈ ഇങ്ങനെ പിടിക്കുക. കൈന്റെ മുട്ടുമ്പിലേക്ക് തൊണ്ടിന് നീക്കി തിരിക. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1 കൈ പിന്നിൽ ഇരിക്കുക. ശ്വാസം വിട്ട് നെറ്റി നിലത്ത് മുട്ടിയാ നോക്കാം. 1 ശ്വാസം വിടണം കേട്ടോ. 2 നിവർന്നിരിക്കും. 3 4
5 6 7 8 മതി. കാല് തീർത്തിരിക്കുക. കാലൊന്ന് അനക്കുക. കാലിന്റെ വിരല് മടക്കും. 1 വിരല് മടക്കുക. 2 3 4 5 6 7 8. കാലിന്റെ പാദം മുമ്പിലേക്ക് തള്ളുക. 1 പിന്നിലേക്ക് തള്ളുക. 2 3 4 5 6 7 8. കാലിന്റെ ഏങ്കിൾ തിരിക്കണം. 1 2 3 4 5 6 7 8. തിരിച്ചും 1 2 3 4 5 6 7 8. കാല് ഒന്ന് അനക്കുക. കാലൊന്ന് അനക്കുക. കാലനക്കുക. കാല് കുറച്ചും കൂടി ആക്കിക്കുക. കാലിന്റെ തള്ളവരല് നിലത്ത് മുട്ടിക്കുക. 1 ചെറുവരല് നിലത്ത് മുട്ടിക്കുക. 2 3 4 5 6 7 8. കാല് അനക്കിയിരിക്കുക. നന്നായി ഇറക്കി മാക്സിമം ആക്കി. കാലിന്റെ കുട്ടി മടങ്ങാണ്ട് തള്ളവരുമ്പോ പിടിക്കുക. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. രണ്ട് കാലിന്റെ വേഗം ഒരുമിച്ച് പിടിക്കുക. നെറ്റി നിലത്ത് മുടിക്കുക. നോക്കുക. 1 2 3 4 5 6 7 8. ഈ ചക്തലാസന അടിയാക്കാൻ മതി. 1 കൈന്റെ മുട്ടും കാലിന്റെ മുട്ടും കളയാൻ മതി. 2 3 4 5 6 7 8. റെസ്റ്റ്. തിരിച്ചും റൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8. റെസ്റ്റ്. കാലടിച്ചു. ഇനി ഓരോ കാര്യം നടക്കണം. 1 2 3 4 5 6 7 8 8. കൈ ഇങ്ങനെ പിടിക്കണം. 8 7 6 5 4 3 2 1. രണ്ട് കാലും നടക്കുക. 1 2 3 4 5 6 7 8. ഇനി അവിടേക്ക് എടുക്കുക. നിലത്തിന്റെ അടക്കം. കൈ അകത്ത് ചെയ്യുക. കാല് അകത്ത് ചെയ്യുക. കുറച്ച് നേരം കാണാൻ വെച്ചാൽ കൈ നിലത്തേക്ക് പോകാൻ പാടില്ല കേട്ടാ. കൈയെ കാലൊന്നും നിലത്ത് പോകാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ബെഡ്ഷീറ്റ് വേണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബയോ ജർമ്മനിയും മേറ്റ. 3 അടി വീതിയുണ്ട്. 6 അടി നീളമുണ്ട്. കാലടിച്ചിരിക്കുക. കൈയടിച്ചിരിക്കുക. എഞ്ചിരിക്കുക. കിടക്കുക. 1 എഞ്ചിരിക്കണം. 2 കിടക്കണം. 3 എഞ്ചിരിക്കണം. 4 5 എഞ്ചിരിക്കുക. കാലുകൾ കൂട്ടി പിടിക്കുക. 6 7 8. മതി. വീണ്ടും റെസ്റ്റ് ചെയ്യും. നീ കാല് കൂട്ടി പിടിക്കാൻ മുമ്പിലേക്കും പിന്നിലേക്ക് ആറണം. കാലിന്റെ മുട്ടുമ്പിലേക്ക് നോക്കാം. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. ഈ സൈഡിലേക്ക് 1. കാലിന്റെ മുട്ടുമ്പിലേക്ക് നോക്കണം. 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. Rest. Relax. കുറച്ചിറങ്ങാൻ ചിന്തിക്കണം. കാലൊക്കെ അനക്കി അടിച്ച് വയ്ക്കുക. കൈ അടിച്ച് വയ്ക്കുക. കൈ തലയുടെ പിന്നിലേക്ക് വയ്ക്കുക. കൈ പിന്നിലേക്ക് തള്ളുക. കാല അടിച്ച് തള്ളുക. കൈ പിന്നിലേക്ക് തള്ളാൻ. കാല അടിച്ച് തള്ളാം. അപ്പൊ അതിനനുസരിച്ച് സ്ഥലം വേണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടാ. കൈ നീട്ടണം. കൈ മുട്ടാൻ പാടില്ല. റെസ്റ്റ്. കൈ മുമ്പിലേക്ക് തന്നെ വയ്ക്കുക. നീ വലത്തോട്ട് ചെരിഞ്ഞ് കൈ കുത്തിയിരിക്കുക. വലത്തെ ഭാഗത്തേക്ക് ചെരിയുക. നമ്മുടെ ചെസ്റ്റിന്റെ അടുത്ത ഭാഗത്ത് ഹൃദയം. ആ ഭാഗത്തേക്ക് ലോഡ് വരാൻ പാടില്ല. അപ്പൊ ആ വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കൈ കുത്തിയിരിക്കുക. കൈ മെലർത്തി വയ്ക്കുക. ഇനി നമ്മുടെ മനസ്സ്. അപ്പൊ അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പൊ നമ്മളും ക്രിയേറ്ററും മാത്രം പൗതി വേറൊരാളില്ല. നമ്മളിപ്പോ യോഗ ചെയ്യുക നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ
ശരീരത്തിന്, നമ്മുടെ സന്തോഷത്തിന്. നമുക്ക് സന്തോഷം വേണമെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിനോട് കുറെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരോട് കുറെ തെറ്റുകൾ. ക്രിയേറ്ററിനോട്, നമ്മുടെ യൂണിവേഴ്സ്, അതിനെ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം, ഒരു പരാശക്തി ഉണ്ട് യൂണിവേഴ്സ്. അപ്പൊ യൂണിവേഴ്സും നമ്മൾ മാത്രമുള്ള കണക്ഷനുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക, യൂണിവേഴ്സിന്റെ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അത് നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയിങ്ങനെ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു, ഒരു ഹീലിംഗ് പ്രയറാണ്. അതിന് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്മൈലിംഗ് മെഡിറ്റേഷൻ. അപ്പൊ നിവർന്നിരിക്കുക, പാടാം. എന്നിട്ട് ഈ പറയണത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പറയാമെന്നൊക്കെ പറയാം. 55 പ്രാവശ്യം നമ്മൾ പറയണം. ഞാൻ ഒന്നുകൂടി പറയാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. ഓക്കെ, നിവർന്നിരിക്കുക, കണ്ണടച്ചോളൂ. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. കുറച്ചേരം കണ്ണടച്ചിരിക്കുക. നിശബ്ദത, നിശബ്ദത യാഥാർത്ഥ്യം. Calmness is reality. നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിലെ അഴുക്കുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകള്,
പൊട്ടവികാരങ്ങള്, അസുഖങ്ങള് ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നകന്നു പോവുക. അതൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിലെ അഴുക്കുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നമ്മുടെ പൊട്ട കൂട്ടുകെട്ടുകള്, നമ്മുടെ പൊട്ട രോഗങ്ങള്, പൊട്ട വികാരങ്ങള് ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നകന്ന് ദൂരെ ദൂരേക്ക് പോവുക. ഇമാജിൻ ചെയ്യാം, നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. നമ്മൾക്ക് അത് വേണ്ട. നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും പൊട്ട വികാരങ്ങളും എല്ലാം പുറത്തേക്ക് പോയപ്പോ അവിടെ ഒരു സ്ഥലം വേക്കൻറ്റ് വന്നു. ശൂന്യത, എം ടി സ്പേസ് വന്നു. ആ എം ടി സ്പേസിലേക്ക് പ്രകൃതിയിൽ നടന്നു നിൽക്കുന്ന ആ ലവ് എനർജി വന്നെന്ന് അറിയണം. പോസിറ്റീവായിട്ടുള്ള ചിന്തകള്, നല്ല കൂട്ടുകെട്ടുകള്, ഭൗതികമായിട്ടുള്ള നല്ല സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നല്ല കൂട്ടുകെട്ടുകള്, നല്ല ചിന്തകള് ഇതെല്ലാം നമ്മളിലേക്ക് വരികയാണ്. പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ലവ് എനർജി നമ്മളെ നിറഞ്ഞു കവിയ. നമ്മുടെ ശരീരം ലവ് എനർജി കൊണ്ട്, സ്നേഹത്തെ കൊണ്ട് മൂടുകയാണ്. ആ യൂണിവേഴ്സിന്റെ ലവ് എനർജി കൊണ്ട് നമ്മുടെ ശരീരം പൊതിഞ്ഞു മൂടുക. അതിന്റെ ഉള്ളിലാണ് നമ്മൾ. അങ്ങനെ ഇരിക്കുക കുറച്ചു നേരം. ജനിച്ച നാള് മുതൽ ഇന്ന് വരാം ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ പ്രത്യേക ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരിക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഴുക്കുകൾ അതിന്റെ ഒപ്പം പുറത്തേക്ക് പോവുക. അപ്പൊ നമുക്ക് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാം. വൺ, ശ്വാസം എടുക്കുക. ടു, പതുക്കെ ശ്വാസം വിടുക. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിട്ട് ശ്വാസം എടുക്കുക. ത്രീ, ഫോർ, ഫൈവ്, സിക്സ്. ഇനി നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്. ഇനി നമ്മുടെ ബ്രെയിനിന്റെ ഭാഗത്ത്, തലച്ചോറിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കണം. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്. ഇനി നമ്മുടെ എനർജി സെന്റർ ആയിട്ടുള്ള, ഊർജ കേന്ദ്രമായിട്ടുള്ള നട്ടല്, നട്ടലിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. വൺ, ടു, പതുക്കെ ശ്വാസം വിടുക.
3, 4, 5, 6, നമ്മള് നല്ലൊരു ദിവസം കണി കണ്ടുകൊണ്ടുവരാൻ പോവാ. കൈകളൊന്ന് കൂട്ടിത്തരും, കൈയൊന്ന് കൂട്ടിത്തരുമ്പോൾ കയ്യിലെ ചൂട് കണ്ണിന്റെ മുകളിൽ നമ്മൾ പതുക്കെ തലോടിയിട്ട് കൊണ്ടുവരും. അപ്പൊ നമ്മള് മനസ്സിനെ നിയന്ത്രിക്കാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് കൈ മടക്കാനും കാലും മടക്കാനും മറ്റുള്ളതൊക്കെ എളുപ്പമായിരുന്നു. അപ്പൊ ചെയ്തത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിനെ രീതിയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാൻ കഴിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അസുഖങ്ങളും ആകും ചെയ്യും. മനസ്സാണ് നമ്മുടെ മെയിൻ പ്രശ്നക്കാരൻ. സന്തോഷം എല്ലാം കൊണ്ടുവരും. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോ ഇത് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പൊ വേറെ ഒന്നും മനസ്സിൽ വരാൻ പാടില്ല കേട്ടോ. കാലും നിർത്തിക്കുക, നീ കാലും നനക്കുക, കാലും മടക്കുക, നിർത്തുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി വലത്തെ കാലും മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കാലിൽ ഇങ്ങനെ മടക്കി വെക്കണം. ബട്ടർഫ്ലൈ പോസ്. കാലിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, മുട്ട് പൊന്തിക്കാത്ത ആക്കുക. 1, 2, 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. പൊന്തിച്ച് പെട്ടെന്ന് ഇടണം. 1, 2, 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. കൈകൊണ്ട് കാലിന്റെ മുട്ട് നൽകിക്കാൻ പറ്റും. കാലിന്റെ മുട്ട് നൽകിക്കാൻ പറ്റും. ഇനി കാലുകളെ ചേർത്ത് പിടിക്കുക. കൈയുടെ മുട്ടോണ്ട് കാലിന്റെ മുട്ട് നൽകിക്കാൻ പറ്റുക. നെറ്റി കാലിന്റെ വരുന്ന മുട്ടിക്കുക. ബദ്ധപാദാസനം. 1, നോക്കുക, എല്ലാം ശ്രമിക്കുക, പറ്റുമോ നോക്കുക. 2, തുറന്നിരിക്കുക, കണ്ണു തുറന്നു പിടിച്ചോ. 3, 4, 5, 6, 7, 8. കാലിൽ നിർത്തി, കാലം കാണിക്കുക. ഇനി കാലിൽ ഇങ്ങനെ മടക്കി വയ്ക്കും. വക്രാസം. ഇടത്തെ കാലം മടക്കുമ്പോൾ ഇടത്തെ കൈ കുഞ്ഞില്ല, വലത്തെ കൈ പൊന്തിച്ചിട്ട് കാലിന്റെ പുറത്തേക്ക് ശ്വാസം ഇട്ടിട്ട് പിന്നിലേക്ക് തിരിയുക. 1, 2. ശ്വാസം ഇട്ട് പിന്നിലേക്ക് തിരിയുന്ന തിരിയുമ്പോ വയറിലേക്ക് പോകും. 3, 4, 5, 6, 7, 8. കൈ പൊന്തിക്കുക, എണ്ണിക്കുക. കാലിൽ നിർത്തും. ഇനി വലത്തെ കാലം നിർത്തും. അപ്പൊ ഇടത്തെ കൈ പൊന്തിക്കുക, ഒരു കാലിന്റെ പുറത്തേക്ക് ശ്വാസം വിട്ട് പിന്നിലേക്ക് തിരിയുക. 1, പിന്നിലേക്ക് തിരിയുക. അപ്പൊ വയറിലേക്ക് വലിപ്പം. 2, 3, 4, 5, 6, 7, 8. കൈ പൊന്തിക്കുക, കാലം നനയും. ഇനി അടക്കണം, നിലത്തേക്ക് എടുക്കുക. കാലടിക്കുക, കാലടിക്കുക. ഇനി നമ്മൾ 2 കാലും മുകളിലേക്ക് പൊന്തിക്കുക. തള്ളവരന്റെ മുകളിലേക്ക് തള്ളി പതുക്കെ താഴ്ത്തുക. കൈ നിലത്തേക്ക് അമർത്തുക, കൈ നിലത്തേക്ക് അമർത്തിയിട്ട് പൊന്തിക്കുക. 3, ശ്വാസം എടുത്തുകൊണ്ട് പൊന്തിക്കുക. അരലേക്ക് മുകളിലേക്ക് തള്ളി. 4, പതുക്കെ താഴ്ത്തുക. അപ്പൊ കൈ നിലത്തേക്ക് അമർത്തിയാൽ മതി, പൊന്തിക്കാൻ എളുപ്പമുണ്ടാവും. 5, 6, 7, 8. മേലുകണ്ടാസം. ഈ വിപരീത മേലുകണ്ടാസം. കൈന്റെ മുട്ട് വരെ വന്നിട്ട് കാലിന്റെ വരുന്നത് നോക്കണം. 1, കാലിന്റെ വരുന്നിലേക്ക് നോക്കുക. 2,
3, 4, 5, 6, 7, 8. മതി. ഇനി നമുക്ക് ഭവനമുക്താക്കണം. പൂർണ്ണ ഭവനമുക്താക്കണം. 2 കാലം മതി. 2 മടക്കി പിടിക്കാം. 3 നെറ്റ് കാലം പിടിക്കാം. 4, 5, 6, 7, 8. മതി. റിലാക്സ്. ഇനി നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് കമന്റ് കളിക്കാം. വലത്തോട്ട് തിരിഞ്ഞ് കമന്റ് കളിക്കാം. കൈ സൈഡിൽ വെക്കുക. കാല് മടക്കാൻ നിർത്തുക. 1, 2, 3, 4, 5, 6, 7, 8. കൈ കാലിന്റെ അടിയിൽ വെക്കുക. 2 കാലും മുകളിലേക്ക് പൊന്തിക്കണം. ശലഭാസനം. 1, 2, 3, 4, 5, 6, 7, 8. മതി. ശലഭാസനം. ഇനി നമുക്ക് ഭുജംഗാസനം. കൈ ഷോൾഡറിന്റെ ലെവലിൽ വയ്ക്കുക. കൈപ്പത്തി ഷോൾഡറിന്റെ അവിടെ. നെറ്റി ബന്ധിക്കുക, താടി ബന്ധിക്കുക, ചെസ്റ്റ് ബന്ധിക്കുക. മുകളിലേക്ക് നോക്കി ശ്വാസം എടുക്കുക. കാലടുപ്പിച്ച് വെച്ചോ. മുകളിലേക്ക് നോക്കുക. പൊക്കിൽ കൂടി വരെ പൊന്തിയാൽ മതി. അരഭാഗം വന്നാൽ മതി. ശ്വാസം എടുക്കുക വിടുക. 2, 3 മുകളിലേക്ക് നോക്കുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. 4, 5 മുകളിലേക്ക് നോക്കുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. 6, 7 മുകളിലേക്ക് നോക്കിയിട്ട് ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. 8. കാല് കുറച്ചേക്കുക. കൈ മുമ്പിൽ താടി മുകളിലേക്കുക. മകരാസനം. അടിവയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കിടക്കാം. അടിവയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കും. കണ്ണടച്ച് കിടക്കും. നമ്മുടെ അടിവയറിന്റെ അടിഭാഗം സ്വാധിഷ്ഠാന ചക്രം അവിടേക്ക് ശ്രദ്ധിക്കുക. അഡ്രിനാലിൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട്. അഡ്രിനാലിൻ എന്ന് പറഞ്ഞ സ്രവം ഉൽപ്പാദിക്കും. അവിടെ ഡീടോക്സിഫിക്കേഷൻ ഉള്ള ഒരു ഇതാണ് അഡ്രിനാലിൻ. കൈ കെടുത്തി വെക്കുക. അടുത്ത കൈപ്പത്തിന് മുകളിൽ വലത്തെ കൈപ്പത്തി. തല സൈഡിലേക്ക് തിരിച്ചു വയ്ക്കുക. തല സൈഡ് മാറ്റി വയ്ക്കുക. അടിഭാഗം സ്വാധിഷ്ഠാന ചക്രം. അവിടെ ശ്വാസം ശ്രദ്ധിക്കും. കാലടിച്ച് വയ്ക്കുക. കൈ ഷോൾഡറിന്റെ അടയ്ക്കുക. കൈ കുത്തി പിന്നിരിക്കുക. നെറ്റിയുടെ അടുത്ത് കൂട്ടിരിക്കുക. കാലിന്റെ പിന്നിരിക്കുന്ന കേട്ടാ. പതുക്കെ അടിച്ചു നിൽക്കുക. ശാസനം. പതുക്കെ അടിച്ചു നിൽക്കുക. കാലടിച്ച് വയ്ക്കുക. കൈ മുമ്പിൽ ഇങ്ങനെ പിടിക്കുക. ശ്വാസം എടുത്ത് പിന്നിൽ തിരിയണം. 1, 2, 3 4. കാലനങ്ങാൻ പാടില്ല. 5, 6, 7, 8. കാലിന്റെ ബുദ്ധി ബന്ധിക്കുക. കൈ മുകളിലേക്ക് ബന്ധിക്കുക. ബാലൻസ് ചെയ്ത് നിൽക്കുക. 1. കൈ മുകളിലേക്ക് തള്ളണം. 2, 3 തള്ളി പിടിക്കുക. 4, 5, 6, 7, 8. ബാലൻസ് ചെയ്ത് നിൽക്കുക. ഇനി നമുക്ക് പാദാസാസനം. 1 കൈ മുകളിലേക്ക് തള്ളി. 2 മുട്ട് കണക്കാണ്ട് കൈ നിലത്ത് വേടുക. കാലിന്റെ മുട്ടുമഞ്ചി നോക്കുക. 3, 4, 5 ശ്വാസം എടുത്തിട്ട് കൈ പൊന്തി. 6 മുട്ടുമഞ്ചി നോക്കുക. നെറ്റ് കാണുമ്പോ മുട്ടിക്കാൻ നോക്കുക. 7, 8. ഈ ഹസ്താനാസനം പിന്നിലേക്ക് വളരാം. 1 കൈ മുകളിലേക്ക് തള്ളി പിടിക്കണം. 2, 3, 4, 5 ശ്വാസം എടുക്കുക. 6 ശ്വാസം എടുക്കുക. 8. ഇനി നമുക്ക് ത്രികോണാസനം. 1, 2 മുകളിലത്തെ കൈ മുന്നോ. 3, 4, 5, 6, 7, 8. 8, 7, 6, 5,
4, 3, 2, 1. നമുക്കൊന്ന് ഇരിക്കാം. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇനി നമുക്കൊന്ന് ചിരിക്കണം. കൈ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യാം. എന്നിട്ട് ആ പറയാം. Very good, very good. Fantastic, fantastic. Great, fabulous, fabulous. You are clever, you are clever. I am healthy. I am healthy. ഇതിങ്ങനെ ശ്വാസം എടുക്കുക, കൈ ഇങ്ങനെ മടക്കുക, ശ്വാസം എടുക്കുക, പൊട്ടിച്ചിരിക്കുക, ശ്വാസം എടുക്കുക, പൊട്ടിച്ചിരി, ശ്വാസം എടുക്കുക, ഇതിങ്ങനെ ചിരിക്കണേട്ടാ. ഷോൾഡർ ഇരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഈ മുട്ടുത്തിരിക്കാൻ പറ്റില്ല. മുട്ടുത്തിരിക്കുക, കൈകുത്തുക, മുട്ടുത്തിരിക്കുക, കൈമലർത്തി വയ്ക്കാന്ന് പറഞ്ഞിരിക്കുക. വജ്രാസനം. മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിക്കോട്ടെ കേട്ടാ. നമ്മളെല്ലാം ചെയ്യുമ്പോഴും നല്ലതാ. നമ്മളെപ്പോഴും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടെങ്കിൽ നല്ലതാ. നമ്മളെ എൻഡോർഫിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അത് ചിരിക്കുമ്പോഴാ വരിക. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. നമ്മുടെ ഉള്ളിലെ വിഷാംശങ്ങൾ, ടോക്സിൻ, ഗൗരവം അങ്ങനെയുള്ളവർക്ക് വരുമ്പോ ആ ടോക്സിൻ നമുക്ക് ബുദ്ധിമുട്ടാ. അപ്പൊ അത് മാറാനായിട്ട് എൻഡോർഫിൻ നല്ലതാണ്. അപ്പൊ നമ്മളെ കാലുമ്പ വേദന ഉണ്ടാവും. നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോ ആ കാലുമ്പ വേദന ഉണ്ടാവും. അത് അറിയാണ്ടിരിക്കുന്ന ഒന്ന് ചിരിച്ചാൽ ശരീരം ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരം ശ്രദ്ധിച്ചിരിക്കുക. കണ്ണടച്ച് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിക്കും. ഇനി നമ്മള് ശ്വാസം എടുക്കണം. വായന മുട്ടിവിടെ നന്നായി ശ്വാസം എടുക്കും. വയറ് വീർത്തോണം. 2, പതുക്കെ ശ്വാസം എടുക്കുക. 3, ശ്വാസം എടുക്കുക. 4, പതുക്കെ പുറത്ത്. 5, 6. കണ്ണു തുറക്കാം. കൈ മടിയിൽ ഇങ്ങനെ മടക്കി വയ്ക്കുക. ശ്വാസം എടുത്ത് നെറ്റ് നിലത്ത് പിടിക്കാം. മണ്ടൂദാസ്. അപ്പൊ കൈന്റെ പേരില് വയറിന്റെ ഉള്ളിൽ. 1, 2, ശ്വാസം എടുത്ത് നിവർന്നു. 3, 4, കണ്ണു തുറന്ന് പിടിക്കണം. കണ്ണടയ്ക്കാൻ മതി. 5, 6, 7, 8. കൈ കുത്തുക, സൈഡിൽ തിരിക്കുക, കാല് നിർത്തി. അതിന് ഇത്രേ ഉള്ളൂ. നമ്മളെല്ലാ ആസനങ്ങളും എല്ലാ ദിവസവും ചെയ്യണ്ട. ഒരാസനങ്ങൾ മാറി മാറി നമുക്ക് ചെയ്യണം. കാര്യം പോകണം. ഇനി നമുക്ക് കുറച്ച് പ്രാണായാമം ചെയ്യണം. നമ്മൾ ഭസ്ത്രിക പ്രാണായാമം ആദ്യം ചെയ്യണം. കൈ ഇങ്ങനെ കമ്മിറ്റ് ചെയ്യുക, ഷോൾഡർ ഒന്ന് പൊന്തിക്കാൻ വിടുക. ഇനി ആകുമ്പോ ശ്വാസം എടുക്കുക. ഇനി ഒന്ന് വിടുക. 1, 2, 1, 2, 15 പ്രാവശ്യം. 1, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. മതി. കണ്ണടച്ച് നമ്മുടെ ശരീരത്തിലെ മാറ്റം വരുത്തുക. ഒന്ന് ഒരു പ്രാവശ്യം. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. ശരീരത്തിലെ മാറ്റം ഒന്ന് ശ്രദ്ധിക്കും. ഈ കൈ മുകളിലേക്ക് എറിയണം, അടിയിലേക്ക് വലിക്കണം. മുകളിലേക്ക് എറിയുമ്പോൾ ശ്വാസം, അടിയിലേക്ക് വരുമ്പോൾ ശ്വാസം. 15 പ്രാവശ്യം ഒരുമിച്ച്. 1, 2, 1, 2, 1, 2.
കൈമലർത്തിയേക്ക് കണ്ണടച്ചിരിക്കുക കേട്ടോ. വായ തുറക്കാൻ പാടില്ല കേട്ടോ. മൂക്കി കൂടെ ശ്വാസം വിടണം. ശ്വാസം എടുക്കലും വിടലും മൂക്കി കൂടെ. വായ തുറക്കണ്ട. ഒരു പ്രാവശ്യം മാറ്റി കൈമലർത്തിയേക്ക് കണ്ണടച്ചിരിക്കുക. പതുക്കെ അവിടെ എടുക്കുക. കാല് കുറച്ചായിട്ടിരിക്കുക, കൈ കുറച്ചായിട്ട്. കൈ മലർത്തി വയ്ക്കണം. കയ്യിൽ ആള് നിലത്തേക്ക് പോകാൻ പാടില്ല കേട്ടാ. ഷീറ്റിന്റെ ഉള്ളിൽ വരണം. കാല് തളർത്തിട, കൈ തളർത്തിട, ശരീരം തളർത്തിട. കാലിന്റെ എല്ലാ വിരലുകളും തളർത്തുക. കാലിന്റെ പാദം തളർത്തുക. കാലിന്റെ ഉപ്പിരിയുടെ ഭാഗം തളർത്തുക. കാലിന്റെ ആംഗിളുടെ ഭാഗം തളർത്തുക. കാലിന്റെ കാഫ് മസിൽ തളർത്തുക. കാലിന്റെ മുട്ടുകൾ തളർത്തുക. കാലിന്റെ തൊടയുടെ മസിൽ തളർത്തുക. അരഭാഗത്തെ പേശികൾ തളർത്തുക. വയറ്റിലെ പേശികൾ തളർത്തുക. പുറം ഭാഗം തളർത്തുക. കട്ടലിന്റെ ഭാഗം തളർത്തുക. ചെസ്റ്റിന്റെ ഭാഗം തളർത്തുക. ഷോൾഡറിന്റെ ഭാഗം തളർത്തുക. ഓരോ ഭാഗങ്ങളായിട്ട് തളർത്തിക്കൊണ്ട് കൈന്റെ മോൾ ഭാഗം തളർത്തുക. കൈന്റെ മുട്ട് തളർത്തുക. കൈത്തണ്ട തളർത്തുക. കൈന്റെ റിസ്റ്റ് തളർത്തുക. കൈന്റെ വിരലുകൾ തളർത്തുക. കൈകള് തളർന്നിരിക്കുക. കഴുത്തിലെ പേശികൾ തളർത്തുക. കഴുത്തിന്റെ മുൻഭാഗം തളർത്തുക. കഴുത്തിന്റെ പിൻഭാഗം തളർത്തുക. തലയുടെ പിൻഭാഗം തളർത്തുക. തലയുടെ മോൾ ഭാഗം തളർത്തുക. നെറ്റിയുടെ ഭാഗം തളർത്തണം. കണ്ണിന്റെ പിരികം തളർത്തുക. കൺപോള തളർത്തുക. കണ്ണിലെ കൃഷ്ണമണി തളർത്തുക. മുഖത്തെ പേശികൾ തളർത്തുക. കവളുകൾ തളർത്തുക. ചെവിയുടെ ഭാഗം തളർത്തുക. മൂക്കിന്റെ ഭാഗം തളർത്തുക. ചുണ്ടുകള് ശ്രദ്ധിക്കുക. മേൽചുണ്ട് തളർത്തുക. കീഴ്ചുണ്ട് തളർത്തുക. ഈ താടി തളർത്തുക. മനസ്സിന്റെ ഭാഗം തളർത്തുക. ജന്തികോർഗന്റെ ഭാഗം തളർത്തുക. വയറ്റിലെ കുടലുകള്, ചെറുകുടല്, വൻകുടല് തളർത്തുക. വയറിന്റെ ഉള്ളിൽ അടിഭാഗത്തായിട്ട് കിഡ്നിയുടെ ഭാഗം തളർത്തുക. വയറിന്റെ ഉള്ളിൽ മോൾ ഭാഗത്തായിട്ട് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ഭാഗം തളർത്തുക. ലിവറിന്റെ ഭാഗം തളർത്തുക. ശ്വാസകോശത്തിന്റെ ഭാഗം തളർത്തുക. ഡയഫ്രത്തിന്റെ ഭാഗം തളർത്തുക. ഹൃദയത്തിന്റെ ഭാഗം തളർത്തുക. കഴുത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥി തളർത്തുക. കഴുത്തിന്റെ പിന്നിലെ പാരാതൈറോയ്ഡ് ഗ്രന്ഥി തളർത്തുക. ഈ ബ്രെയിന്റെ ഭാഗം തലച്ചോറിന്റെ ഭാഗങ്ങൾ. അപ്പൊ നമ്മുടെ ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും വിശ്രമം കൊടുത്തിരിക്കുക. ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. ഈ അവസ്ഥയിൽ നമ്മൾ ഒന്നോ രണ്ടോ സ്വപ്നങ്ങൾ കാണണം. വേണം അത്യാവശ്യമുള്ള കാര്യം വേണം. എനിക്കത് വേണം, ഞാൻ നേടിയെടുക്കും. ദൈവത്തിന്റെ സഹായം കൊണ്ട്, മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ട്, യൂണിവേഴ്സിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കത് നേടിയെടുക്കാൻ പറ്റും. ഞാനത് നേടിയെടുക്കും. വിചാരിച്ച കാര്യം നന്നായിട്ട് സങ്കല്പിച്ച് കേൾക്കുക. ഈ രീതി കേൾക്കുക. നമ്മൾ വിചാരിച്ച സ്വപ്നം കണ്ട കാര്യം നടന്നു. സ്വപ്നം കണ്ട കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. മാതാപിതാക്കൾക്ക് ഗുരുക്കന്മാർക്ക് നന്ദി പറയാം. യൂണിവേഴ്സിന് നന്ദി പറയാം. അത് അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് കിട്ടിയത്. വീണ്ടും ഹൃദയം ശ്രദ്ധിക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. ശരീരം ശ്രദ്ധിക്കുക. കയ്യ അനക്കുക. കൈയടിച്ച് വയ്ക്കുക. കാലമിക്ക് അടിച്ച് വയ്ക്കുക. കൈ തലയുടെ പിന്നിക്ക് വയ്ക്കുക. കൈ പിന്നിലേക്ക് തള്ളുക. കാലടിക്ക് തള്ളുക. കൈ പിന്നിലേക്ക് തള്ളുക. കാലടിക്ക് തള്ളുക. ഒന്നുകൂടി വയ്ക്കുക. കൈ മുമ്പിലേക്ക് തന്നെ വയ്ക്കുക. ഈ വലത്തോട്ട് ചെറിയ വയ്ക്കുക. ഒരു കൈ തലയുടെ അടിയിൽ വയ്ക്കുക. ഒരു കൈ നിലത്ത് വെച്ച് കൈ കുത്തിയടിച്ചിരിക്കുക. കൈ കുത്തിയടിച്ചിരിക്കുക. പതുക്കെ നിൽക്കുക കേട്ടോ. കൈ മലർത്തി വയ്ക്കുക. കണ്ണു തുറക്കണ്ട.
നമ്മുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നീ നന്ദി പറയണം. നമസ്കാരമില്ല. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാ, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയാം, യൂണിവേഴ്സിന് നന്ദി പറയാം. നീ ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കാനും പ്രാർത്ഥിക്കുക. കൈ പിന്നിൽ വയ്ക്കുക, ശ്വാസം ഇട്ട് നെറ്റ് നൽകുക, ഭൂമിയിലേക്ക് നന്ദി പറയും. ശ്വാസത്തിൽ നിവർന്ന് വരിക, കൈ കൂട്ടിത്തിരിക. ആ കയ്യിലെ ചൂട് കണ്ണിന്റെ മുകളിൽ, കൈ മുഖത്ത് എല്ലായിടത്തും അമർത്തുക. നെറ്റി, കവള്, താടി, ചെവിയുടെ അടിയില്, തലയിലൊക്കെ ഒന്ന് അമർത്തുക. ചെവിയുടെ അടിയിലെ ചെവിയുടെ പിന്നിൽ, കഴുത്തിന്റെ പിന്നിൽ, കഴുത്തിന്റെ മുമ്പിൽ, കൈ ഒന്നുകൂടി കൂട്ടിച്ചെന്താ കണ്ണിന്റെ മുകളിൽ. കണ്ണ് തുറക്കുക അടയ്ക്കുക, തുറക്കുക അടയ്ക്കുക, തുറക്കുക അടയ്ക്കുക. കൈന്റെ പേരിൽ നോക്കി കാണുന്നവർക്ക് എല്ലാവരോടും നന്ദി പറയാം. നമസ്തേ, നമസ്തേ, നമസ്തേ. ശുഭദിനം. എല്ലാവർക്കും ശുഭദിനം. അവ എല്ലാ ദിവസവും മുടങ്ങാണ്ട് ചെയ്യണം. നമുക്ക് വെറും 10 ദിവസം ചെയ്യണ്ട, 2 ദിവസം കഴിയുമ്പോൾ ബാക്കിയുള്ള ദിവസം കൂടി നമുക്ക് എല്ലാ ദിവസവും മുടങ്ങാണ്ട് ചെയ്യാം. അപ്പൊ വെള്ളം കൂടി മറക്കണ്ട, വെള്ളം നന്നായിട്ട് കുടിക്കണം. അതുപോലെ ഉറക്കം നന്നായിട്ട് വേണം. അപ്പൊ നേരത്തെ കിടന്നുറങ്ങണം, നേരത്തെ എനിക്കും വേണം. ഇത്ര കാര്യങ്ങള്. ഭക്ഷണത്തിന്റെ കാര്യത്തില് നമ്മൾ ഫൈബർ കണ്ടന്റ് ഉള്ള പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. അതുപോലെ തന്നെ നമ്മളെ പഴങ്ങളും നമുക്ക് കഴിക്കാം. പിന്നെ പയറുവർഗ്ഗങ്ങൾ, നമ്മളെ എനർജി കിട്ടാനായിട്ട്, പ്രോട്ടീൻ കിട്ടാനായിട്ട് പയറുവർഗ്ഗങ്ങൾ വളരെയധികം ഗുണമാണ്. അപ്പോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. അപ്പൊ എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സംസാരിക്കാണെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആർക്കൊന്നും പറയാനില്ലെങ്കിൽ ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കാൻ നല്ലത്. നമുക്കറിയാം, നമുക്ക് സ്വിമ്മിങ് നിലത്ത് പഠിക്കാൻ പറ്റില്ല, ബുക്ക് നോക്കി സ്വിമ്മിങ് പഠിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ യോഗ ആൾക്കാരെ കാണണം. ബുക്ക് നോക്കി നമുക്ക് ഇഷ്ടംപോലെ കണ്ടമാനം ബുക്കുകളുണ്ട്, പക്ഷെ അതിൽ നോക്കി യോഗ കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. യോഗ നേരിട്ട് തന്നെ പഠിക്കാൻ പറ്റില്ല. അപ്പൊ നാളെ മുതലെങ്കിലും നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിട്ടിരുന്നു. ഓക്കെ കേട്ടോ, താങ്ക് യു. ആർക്കൊന്നും പറയാനില്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ.